മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള ഗ്രീസിലും ഇസ്രായേലിയർക്കിടയിലുമെല്ലാം പ്രചാരത്തിലുണ്ടായിരുന്ന ഭ്രൂണ പരിണാമ ഘട്ടങ്ങളെക്കുറിച്ച അറിവുകൾ സ്വാംശീകരിച്ചുകൊണ്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിലെ പരാമർശങ്ങൾ നടത്തിയത് എന്നതിനാൽ ആണ് ഖുർആനിൽ ഭ്രൂണ പരിണാമ ഘട്ടങ്ങളെക്കുറിച്ച കൃത്യമായ പരാമർശങ്ങൾ ഉണ്ടായത് എന്ന വാദം അടിസ്ഥാനരഹിതമാണ്. ഈ വാദമുണ്ടാകുന്നത് ഡോക്ടർ മോറിസ് ബുക്കായി, ഡോക്ടർ കീത്ത് മൂറുമെല്ലാം പരിശുദ്ധ ഖുർആനിലെ ഭ്രൂണ ഘട്ടങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അവ കൃത്യവും സൂക്ഷ്മവും ആധുനിക ശാസ്ത്രീയ പഠനങ്ങളുമായി പൂർണ്ണമായി യോജിച്ചു വരുന്നതുമാണ് എന്ന വസ്തുത ഉറക്കെ പറഞ്ഞപ്പോൾ അതിനുള്ള മറുമരുന്ന് എന്നുള്ള നിലക്കാണ്. ഈ പരാമർശങ്ങളുടെ കൃത്യത യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വെളിപാടുകൾ വന്നു എന്നതിന്, ദൈവീകമായ അറിവുകൾ ലഭിച്ചു എന്നതിന് തെളിവല്ല എന്നും സമകാലികമായ അറിവുകളെ സ്വാംശീകരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയത് മാത്രമാണത് എന്നുമാണ് വാദം. ഈ വാദം നമുക്ക് പരിശോധിക്കാം. ലഭ്യമായ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പുരാതനമായി ഭ്രൂണ ഘട്ടങ്ങളെക്കുറിച്ച അറിവ് നൽകുന്ന ഗ്രന്ഥം ക്രിസ്തുവിന് 1400 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ടത് എന്ന് കരുതപ്പെടുന്ന ഗർഭോപനിഷത്താണ്. കൃഷ്ണ യജുർവേദത്തിന്റെ സംന്യാസ ഉപനിഷത്തായി കരുതപ്പെടുന്ന ഗർഭോപനിഷത്ത് പിപ്പിലാദ മഹർഷി രചിച്ചതാണ് എന്നാണ് കരുതപ്പെടുന്നത്. ഭ്രൂണത്തിന്റെ ഘട്ടങ്ങളെക്കുറിച്ച് സ്ത്രീ പുരുഷന്മാരുടെ ഭ്രൂണ നിർമ്മാണത്തിലുള്ള പങ്കിനെക്കുറിച്ച് എല്ലാം കൃത്യമായ വീക്ഷണം അവതരിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഗർഭോപനിഷത്ത്. ഗർഭോപനിഷത്തിൽ വളരെ വിശദമായി 2, 3, 4 വചനങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് ഇങ്ങനെ സംശീകരിക്കാം. വിവിധങ്ങളായ പദാർത്ഥങ്ങളിൽ നിന്ന് ഉത്ഭൂതമാകുന്ന രസത്തിൽ നിന്ന് രക്തവും, അതിൽ നിന്ന് മാംസവും, അതിൽ നിന്ന് മേധസ്സും, അതിൽ നിന്ന് സ്നായുവും, അതിൽ നിന്ന് അസ്ഥിയും, അതിൽ നിന്ന് മജ്ജയും ഉണ്ടാകുന്നു. മജ്ജയിൽ നിന്നാണ് ശുക്ലം ഉണ്ടാകുന്നത്. 2